എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈൽസ് ആൻഡ് മൺസൂണിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാനിപ്പം നിൽക്കുന്നത് ബേലൂരിലാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഹാലിബേഡുവിലോട്ടാണ്. ഈ ഒരു പേര് അധികം ആർക്കും ചിലപ്പോൾ അറിയണ്ടാവില്ല. അതെന്താണ്, അവിടെ എന്താണ് പ്രത്യേകത, അതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണ് ഇവിടെ ബേലൂരിലുള്ള ബസ് സ്റ്റാൻഡാണിത്. നമുക്ക് ബസ്സിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൗണ്ടറിൽ പോയിട്ടൊന്ന് ചോദിക്കാം. അങ്ങനെ അവിടുന്ന് ബസ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബസ്സിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള തിരക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയും എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. സീറ്റൊന്നും പ്രതീക്ഷിക്കുക വേണ്ട, എങ്ങനെയോ കയറി ഇത് അവിടെ ബാക്കിൽ നിന്നതാ ഞാൻ. നല്ല തിരക്കായിരുന്നു ബസ്സിൽ. അപ്പൊ കുറച്ച് ദൂരം എത്തിയ സമയത്ത് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കുന്നുണ്ട് ഏറ്റവും പുറകിലായിട്ട്. നമുക്ക് കൂടുതൽ കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടില്ല. ഈ ഒരു നടുഭാഗത്ത് ഇരിക്കുന്നത് കൊണ്ട് പുറത്തോട്ട് അധികം വ്യൂ ഒന്നുമില്ല. ഇത്തിരി ദൂരം കൂടി കഴിഞ്ഞപ്പോൾ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഏറ്റവും പുറകിലായിട്ട് ഒരു സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പുറത്ത് ചെറിയ രീതിയിൽ ഇപ്പം മഴ പെയ്യുന്നുണ്ട്. വലുതായിട്ടൊന്നുമില്ല, ചെറുങ്ങനെ പെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അരമണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇവിടെ ഹെലിബേഡു എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്ന ബസ്. അതിൽ ഇനി തിരിച്ച് വേലൂരോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉള്ള തിരക്കാണ് നിങ്ങളെ കണ്ടത്. ഇവിടുന്ന് ഇനി വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഒരു 200 മീറ്റർ ദൂരേ ഉള്ളൂ നമുക്ക് ആ ഒരു ക്ഷേത്രത്തിന്റെ അങ്ങോട്ട് എത്താൻ വേണ്ടി. ഇതാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ആ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ഒരു ക്ഷേത്രം ഹൊയ്സാലേശ്വര ക്ഷേത്രം എന്നാണ് പ്രധാനമായിട്ടും അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രം നിൽക്കുന്നത് ഹെലിബേഡുവിലായതുകൊണ്ടാണ് ഹെലിബേഡു ക്ഷേത്രം എന്നുകൂടെ നമ്മൾ വിളിക്കുന്നത്. 12ാം നൂറ്റാണ്ടിലെ ഹൊയ്സാല രാജവംശത്തിലെ രാജാവായിരുന്ന വിഷ്ണുവർദ്ധനാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ നിർമ്മിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത, ഒരു വലിയ മനുഷ്യനിർമ്മിത തടാകത്തിന്റെ സമീപത്തായിട്ടാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. നമുക്ക് ഈ ഒരു ഗാർഡന്റെ കുറച്ചപ്പുറത്തായിട്ട് ആ വലിയൊരു തടാകമൊക്കെ ഇവിടെ കാണാനുണ്ട്. നമ്മളിപ്പോൾ കയറി പോകുന്നത് ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തൂടെയാണ്. പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ മുഖം വരുന്നത് കിഴക്ക് ഭാഗത്തോട്ടാണ്. ഞാൻ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കയറി വരുമ്പം തന്നെ നമുക്ക് ഇവിടങ്ങളിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള ശില്പങ്ങളൊക്കെ വെച്ചത് കാണാൻ വേണ്ടി പറ്റും. ഇത് ഈ ഒരു ക്ഷേത്രം പല കാലങ്ങളിൽ ആക്രമണം നേരിട്ട സമയത്ത് അവർ നശിപ്പിച്ചതും പിന്നീട് പല ഭാഗങ്ങളിലോട്ടൊക്കെ വലിച്ചെറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ക്ഷേത്രത്തിന്റെ സമീപത്ത് പല ഭാഗങ്ങളായിട്ട് കണ്ടെത്തുകയും അതൊക്കെ പിന്നീട് ഈ ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഇതേപോലെ കൊണ്ടുവെക്കുകയാണ് ചെയ്തത്. ഈ ദക്ഷിണേന്ത്യയിലെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഹൊയ്സാല രാജവംശം എന്ന് പറയുന്നത് ക്രിസ്തുവിന് ശേഷം 1000 മുതൽ 1350 കാലഘട്ടങ്ങളൊക്കെ ആയിരുന്നു. ഏകദേശം ആ കാലഘട്ടങ്ങളിൽ തന്നെയാണ് അവര് 958 സ്ഥലങ്ങളിലായിട്ട് 1000-ലധികം ക്ഷേത്രങ്ങൾ ഈ ഹൊയ്സാല രാജവംശത്തിന്റെ കാലത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നിങ്ങൾ ഈ കാണുന്ന ഹൊയ്സാലേശ്വര ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് നമ്മൾ കയറി വരുന്ന ഭാഗത്ത് പുറംഭിത്തികളിലുള്ള കൊത്തുപണികളാണ്. അതിൽ നിങ്ങൾക്ക് ആനകളെ കാണാം, സിംഹങ്ങളെ കാണാം, പ്രകൃതിയായിട്ട് ഇഴുകിച്ചേർന്ന നർത്തകരെ കാണാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ ചുമരുകളിൽ ഇങ്ങനെ കൊത്തിവെച്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിലേറ്റവും കൂടുതലും ഹിന്ദു പുരാണങ്ങളിൽ ഒക്കെ കാണുന്ന പല കഥാപാത്രങ്ങളും അതിൽ പറയുന്ന വിവരണങ്ങളും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടുന്ന് നമ്മൾ നേരെ കയറി വരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു മണ്ഡപ സൈഡിലോട്ടാണ്. ഈ കാണുന്നതാണ് ഈ ക്ഷേത്രത്തിലെ മണ്ഡപം എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾക്ക് മുകൾ ഭാഗങ്ങളിലൊക്കെ അതിമനോഹരമായിട്ട് കൊത്തിവെച്ച പല കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റും. ക്ഷേത്രത്തിൻ്റെ അകത്തെ തൂണുകളിലും ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഉമാമഹേശ്വരന്മാരെ, വാമനനെയും ബാലീനെയും ത്രിവിക്രമനെയും വീരഭദ്രൻ, യോഗയിലിരിക്കുന്ന ശിവൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ നർത്തകനായിട്ടുള്ള ശിവനെ കാണാൻ പറ്റും, ഭൈരവനെ കാണാൻ പറ്റും, ഭൈരവിയെ കാണാൻ പറ്റും, ഉമാമഹേശ്വരനെ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവിടെ ഹാളിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ കിഴക്ക് ഭാഗത്തായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഈ പ്രദേശത്ത് എത്താൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ ചുമരിൻ്റെ താഴെ ഭാഗത്തായിട്ട് ആനകളുടെ ഘോഷയാത്ര കാണാൻ പറ്റും. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഏറ്റവും താഴെ കാണുന്നത് ആനകളുടെ ഘോഷയാത്രയാണ്. അതിന് നേരെ മുകളിലായിട്ട് സിംഹങ്ങൾ, അതിൻ്റെ മുകളിലായിട്ട് വ്യത്യസ്ത ഭാവങ്ങളിലുള്ള കുതിരക്കാർ. അവിടുന്ന് മുകളിലോട്ടൊക്കെ വരുന്നത് ഹിന്ദു ഗ്രന്ഥങ്ങൾ, അതായത് ഹിന്ദു പുരാണങ്ങളിലൊക്കെയുള്ള പല വിവരണങ്ങളും അറിയിക്കുന്ന ചെറിയ ചെറിയ കൊത്തുപണികളൊക്കെയാണ്. പിന്നെ ഹംസത്തെ കാണാം, മയിലുകളെ കാണാം, പുരാണത്തിൽ പറഞ്ഞ പല ജീവികളെ കാണാം, ഉത്സവങ്ങളെ പറ്റിയുള്ള വിവരണങ്ങൾ,
അർത്ഥ കാമ ധർമ്മ മോക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വ്യത്യസ്ത തരത്തിലുള്ള തൊഴിലുകളുമായിട്ട് ബന്ധപ്പെട്ട് ചില പുരാണത്തിലെ രംഗങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത്രമാത്രം ഡീറ്റെയിലിങ്ങോട് കൂടി ഇവിടെ എങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ക്ഷേത്രത്തിനെ നമ്മൾ അത്ഭുതം എന്ന് വിളിച്ചാൽ പോരാ, മഹാത്ഭുതം എന്ന് വിളിക്കണം. ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഉറപ്പായിട്ടും ഉൾപ്പെടുത്തപ്പെടേണ്ട ഒരു ക്ഷേത്രമാണ് ഈ പറയുന്ന ഹൊയ്സാലേശ്വര ക്ഷേത്രം. നിങ്ങളത് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സൂക്ഷ്മമായിട്ട്, അത്രമാത്രം ഡീറ്റെയിലിങ്ങോട് കൂടിയാണ് ഇവിടുത്തെ ഈ പുറം ഭാഗത്തുള്ള ചുമരുകൾ നിർമ്മിച്ചിട്ടുള്ളത്. നയന മനോഹരം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ഇതിനെപ്പറ്റിയൊക്കെ ആയിരിക്കാം. അതുപോലെ ഈ ഒരു ക്ഷേത്രത്തിന് 2 പ്രധാനപ്പെട്ട ശ്രീകോവിലുകളുണ്ട്. 2 ശ്രീകോവിലുകളിലും 2 വ്യത്യസ്തമായിട്ടുള്ള ശിവലിംഗങ്ങളാണ് ഇരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കിഴക്ക് ഭാഗത്തു നിന്നാണ് നോക്കുന്നതെങ്കിൽ, യഥാർത്ഥത്തിൽ ഈ ഒരു ക്ഷേത്രത്തിന്റെ മുഖം വരുന്നത് കിഴക്കോട്ടാ. പക്ഷെ നമ്മൾ വന്ന വഴി, അതായത് ഇന്ന് സന്ദർശകരൊക്കെ വരുന്ന വഴി വടക്ക് ഭാഗത്തൂടെയാണ്. കിഴക്ക് ഭാഗത്തൂടി കയറിപ്പോകുന്ന സമയത്ത് ഇടത് ഭാഗത്തായിട്ട് നിൽക്കുന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ശിവലിംഗം വരുന്ന ഭാഗം. വലതു ഭാഗത്ത് മറ്റൊരു ശ്രീകോവിലും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ക്ഷേത്രം കാണുമ്പോൾ മനസ്സിലാവും ഇതിന് ഗോപുരങ്ങൾ കാണുന്നില്ലല്ലോ. പക്ഷെ ഇത് ഗോപുരങ്ങൾ ഇല്ലാത്തൊരു ക്ഷേത്രം ആയിരുന്നില്ല കേട്ടോ. ആക്രമണങ്ങളിൽ ഈ ഒരു ഗോപുരങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ കാണുന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ശ്രീകോവിൽ വരുന്ന ഭാഗം. ഇവിടെയാണ് ഈ ഒരു ശിവലിംഗം ഇരിക്കുന്ന ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകോവിൽ. ഇതിന് തൊട്ട് വലതു ഭാഗത്തായിട്ട് മറ്റൊരു ശ്രീകോവിലും കൂടെ ഉണ്ട്. 2 സ്ഥലങ്ങളിലും ശിവലിംഗങ്ങൾ തന്നെയാണ് വരുന്നത്. പ്രധാനമായിട്ടും പൂജയൊക്കെ നടക്കുന്നത് ഈ ഒരു ശിവലിംഗം ഇരിക്കുന്ന ശ്രീകോവിലാണ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ ശ്രീകോവിലിന് പുറത്തും മനോഹരമായിട്ട് ഭൈരവനെയും ഭൈരവീനെയും അങ്ങനെ ഒരുപാട് ഹിന്ദു ദേവതകളെയൊക്കെ കൊത്തിവെച്ചത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ മുകളിലായിട്ട് പരമശിവനെയും പാർവതി ദേവിനെയും നന്ദിയെയും ഭൂതഗണങ്ങളെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഈ ഒരു ശ്രീകോവിലിന് തൊട്ട് മുന്നിലായിട്ട് ഒരു നന്ദിയുണ്ട്. പക്ഷേ ആ ഒരു ശ്രീകോവിൽ ഇരിക്കുന്നതിന് നേരെ മുൻവശത്ത് ക്ഷേത്രത്തിന്റെ പുറത്തായിട്ട് നിങ്ങൾക്ക് വലിയൊരു നന്ദിയെ കൂടെ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ 2 ശ്രീകോവിലുകളുണ്ട് എന്ന്. 2 ശ്രീകോവിലുകൾക്ക് മുന്നിലും ഇത്തരത്തിൽ വളരെ വലിയ നന്ദികളെ കാണാൻ പറ്റും. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നന്ദികളെ നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ 3ാം സ്ഥാനത്ത് വരുന്ന ഒരു നന്ദിയാണ്. പക്ഷെ മറ്റൊരു പ്രത്യേകതയുണ്ട്, ഇത്തരത്തിൽ കഴുത്തിലൊക്കെ ഇത്രത്തോളം കൊത്തുപണികളോട് കൂടിയ നന്ദി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇത് മാത്രമേ ഉള്ളൂ. ഈ നന്ദി 2 ശ്രീകോവിലുകൾക്ക് മുന്നിലായിട്ടും കാണും നമ്മൾ. ഇവിടെ പ്രധാനപ്പെട്ട ശ്രീകോവിലിന് തൊട്ട് മുന്നിലായിട്ട് മാത്രമല്ല, തൊട്ടപ്പുറത്തായിട്ട് കിടക്കുന്ന ആ ഭാഗത്തുള്ള ശ്രീകോവിലിന്റെ പുറത്തും നമുക്ക് നന്ദിയെ കാണാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത് 2 പ്രധാനപ്പെട്ട ശ്രീകോവിലുകൾ വരുന്നുണ്ട്. ആ 2 ശ്രീകോവിലുകൾക്ക് മുന്നിലായിട്ടും നന്ദിയും ഇരിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ശിവന്റെ പ്രതിഷ്ഠ മാത്രമല്ല, നമ്മുടെ പ്രധാനപ്പെട്ട ശ്രീകോവിലുള്ള നന്ദിയില്ലേ, ആ നന്ദിയുടെ പുറകിലായിട്ട് നമുക്കിവിടെ ഒരു കുഞ്ഞു ക്ഷേത്രം കാണാം. ഇതിനകത്ത് നമുക്ക് മഹാവിഷ്ണുവിനെയും കാണാൻ വേണ്ടി പറ്റും. ഇവിടെ പരമശിവന്റെ പ്രതിഷ്ഠയോടൊപ്പം തന്നെ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ കൂടിയുണ്ട്. അതായത് ശൈവ വൈഷ്ണവ ഒരു ഏകീകരണത്തിന്റെ സ്വഭാവം കൂടെ ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ 2ാമത്തെ ശ്രീകോവിലിനുള്ളിലുള്ള പ്രതിഷ്ഠ. 4 ഭാഗങ്ങളിലൂടെയും ഈ ഒരു ക്ഷേത്രത്തിലോട്ട് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. 4 ഭാഗങ്ങളിലും നമ്മൾ പ്രവേശിക്കുന്ന ഭാഗത്തായിട്ട് ദ്വാരപാലകരുണ്ട്. പക്ഷേ തെക്ക് ഭാഗത്തായിട്ടുള്ള പ്രവേശന കവാടത്തിലെ ദ്വാരപാലകരെ ഇപ്പോൾ അവിടെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. അത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഈ ക്ഷേത്രം കൊള്ളയടിച്ച സമയത്ത് അതിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കാം. അപ്പോൾ അത് അവർ അവിടെ നിന്ന് ഉപേക്ഷിക്കുകയോ എന്തെങ്കിലും ആ രീതിയിൽ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. എന്തായാലും 4 ഭാഗങ്ങളിലൂടെയുള്ള കവാടങ്ങളും ദ്വാരപാലകരും, അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു മുൻകാലത്ത്, അത് പിന്നീട് നശിപ്പിക്കപ്പെട്ടതായിരിക്കാനാണ് സാധ്യത. അതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഈ ഒരു ക്ഷേത്രത്തിന് 2 ശ്രീകോവിലുകളാണ് ഉള്ളത് എന്ന്. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ശ്രീകോവിലിൻ്റെ അകത്താണ് ഹൊയ്സാലേശ്വര ഭാവത്തിൽ, അതായത് രാജാവിൻ്റെ ഭാവത്തിലിരിക്കുന്ന ശിവനാണ്. 2ാമത്തെ ശ്രീകോവിൽ നമ്മൾ കണ്ടത് ശാന്തലേശ്വര എന്ന് പറയുന്ന ഭാവത്തിൽ, അതായത് രാജ്ഞി ഭാവത്തിലിരിക്കുന്ന ശിവനാണ്. അങ്ങനെയാണ് 2 ശ്രീകോവിലുകൾ ഉള്ളത്. ആദ്യത്തെ ഇതിൽ രാജാവായിട്ട് ഹൊയ്സാലേശ്വരനായിട്ട് ഇരിക്കുന്ന ശിവനും, 2ാമത്തെ ഇതിൽ
രാജ്ഞി ഭാവത്തിൽ ശാന്തലേശ്വരനായിട്ടുള്ള ശിവനുമാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു മനുഷ്യനിർമ്മിത തടാകത്തിന്റെ തീരത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചതെന്ന്. നിങ്ങൾ അവിടെ ദൂരെയായിട്ട് കാണുന്നതാണ് ആ ഒരു തടാകം എന്ന് പറയുന്നത്. ആ തടാകം നിർമ്മിക്കപ്പെട്ടതാണ്. പിന്നീട് അതിൻ്റെ തീരത്തായിട്ടാണ് മനോഹരമായ ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. ഈ ക്ഷേത്രത്തിന് ചുറ്റും നല്ല വിസ്തൃതിയോട് കൂടിയൊരു ഗാർഡൻ ഉണ്ട്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന രീതിയിൽ അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗാർഡനാണിത്. 14-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ നേതൃത്വത്തിലുള്ള ഡൽഹി സുൽത്താനേറ്റ് ഹൊയ്സാല രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്ന ഈ ഒരു ഹലിബേഡു ആക്രമിക്കുകയുണ്ടായി. ആ ഒരു ആക്രമണ സമയത്ത് ആ ഡൽഹി സൈന്യം ഈ ഒരു ക്ഷേത്രം കൂടെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളും ഒരുപാട് മനോഹരമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ സ്ട്രക്ചറിനോട് ചേർന്ന ഭാഗങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടത്. ഇല്ലെങ്കിൽ എന്ത് മനോഹരമായിരിക്കും ഈ ക്ഷേത്രം എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹാലിബേഡു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പഴയ നഗരം എന്നാണ്. ശരിക്കും ഹൊയ്സാല രാജാക്കന്മാർ ഡൽഹി സുൽത്താനേറ്റിനോടും പിന്നീട് മധുര സുൽത്താനേറ്റിനോടൊക്കെ പരാജയപ്പെട്ട ശേഷം അവസാനത്തെ രാജാവായിരുന്ന ബെല്ലാല മൂന്നാമൻ കൂടി കൊല്ലപ്പെട്ട ശേഷം ശരിക്കും ഹാലിബേഡു ഒരു പഴയ നഗരം തന്നെയായി മാറിയിട്ടുണ്ട്. ആ ഒരു വാക്കിൻ്റെ അർത്ഥം സാധുവാക്കിയ പോലെ തന്നെ ഹാലിബേഡു എന്നുള്ള പേര് പോലെ തന്നെ ഈ ഒരു നഗരവും ഒരു പഴയ നഗരമായിട്ട് മാറി. ഹൊയ്സാല രാജാക്കന്മാർ നിർമ്മിച്ച 1500 ക്ഷേത്രങ്ങളിൽ 350-നടുത്ത് ക്ഷേത്രങ്ങൾ മാത്രമേ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വലിയ ആക്രമണമാണ് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ നേരിട്ടതെന്ന്. ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ആക്രമിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അന്ന് ക്ഷേത്രങ്ങളിലായിരുന്നു രാജാക്കന്മാർ സമ്പത്ത് കൂടുതലായിട്ട് സൂക്ഷിച്ചതെന്നാണ് കൂടുതൽ രേഖകളൊക്കെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടായിരിക്കണം ക്ഷേത്രങ്ങളൊക്കെ ഇത്തരത്തിൽ നശിപ്പിക്കപ്പെട്ടതും. പക്ഷേ കൊള്ളയടിക്കുക മാത്രമല്ല, തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞത് എന്തിനായിരുന്നു എന്ന് നമുക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഈ ഒരു ക്ഷേത്രം നേരിട്ട ആക്രമണത്തിൻ്റെ ബാക്കി പത്രം പോലെ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു മ്യൂസിയം ഇവിടെ ഉണ്ട്. ആ കാലഘട്ടങ്ങളിൽ നശിപ്പിക്കപ്പെട്ട വിഗ്രഹങ്ങളും ഈ ക്ഷേത്രത്തിൽ നിന്ന് നശിപ്പിക്കപ്പെട്ട ക്ഷേത്ര ഭാഗങ്ങളൊക്കെ ഇവിടെ എങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളിത് കണ്ടോ? ഇതൊക്കെ ഈ ക്ഷേത്രത്തിൽ നിന്ന് നശിപ്പിക്കപ്പെട്ടതാണ്. അതൊക്കെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടുപിടിച്ച് അത് ഇതുപോലെ ഇവിടെ എങ്ങനെ ആളുകൾക്ക് കാണാൻ വേണ്ടി സൂക്ഷിച്ചിട്ടുണ്ട്. ഇത്രത്തോളം കാര്യങ്ങൾ ആ ക്ഷേത്രത്തിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നശിപ്പിച്ചതാ. എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ നമ്മൾ കണ്ട സ്ട്രക്ചർ ഇത്ര മനോഹരാണെങ്കിൽ ഈ കാണുന്നത് കൂടെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഭംഗി എത്രയായിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിനോട് ചേർന്ന് കിടന്നിരുന്ന ഒരു വലിയ വിഗ്രഹം, അതായത് ഇത് ഗോമതേശ്വരനാണ്. ഗോമതേശ്വരൻ്റെ ഒരു സ്റ്റാച്ചു കൂടെ ഉണ്ട്. ഇതും നശിപ്പിക്കപ്പെട്ടതാണ്. അങ്ങനെ നശിപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രം ഇത്ര മനോഹരമായിട്ട് ഇന്നും നിലനിൽക്കുകയാണ്. അതുപോലെ ഈ ഒരു ഗാർഡൻ്റെ നടുവിലായിട്ട് മറ്റൊരു നന്ദി കൂടെ ഉണ്ട്. ഒരു കുഞ്ഞു നന്ദീനെ ഈ ഗാർഡൻ്റെ കറക്റ്റ് നടുവിലായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ നന്ദി നോക്കിയിരിക്കുന്നതും ക്ഷേത്രത്തിലോട്ടാണ്. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത്. ഈ കിഴക്ക് ഭാഗത്തോട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുഖം ശരിക്കും നിൽക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ കയറി വരുന്നത് വടക്ക് ഭാഗത്തൂടെയാണ് എന്നേ ഉള്ളൂ. ആ ഭാഗത്തു നിന്നാണ് നമ്മളിങ്ങോട്ട് കയറി വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ക്ഷേത്രം കാണാൻ വേണ്ടി വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് 210 കിലോമീറ്റർ ദൂരെയായിട്ട് ബേലൂരിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ക്ഷേത്രം കിടക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ബേലൂർ പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിന് ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് താമസിക്കാനും കാര്യങ്ങൾക്കൊക്കെയുള്ള സൗകര്യമുള്ളൊരു പ്രദേശമാണ് ബേലൂർ എന്ന് പറയുന്നത്. ആ ബേലൂരിൽ നിന്ന് നിങ്ങൾക്ക് അരമണിക്കൂർ ട്രാവൽ ചെയ്താൽ ഇവിടെ എത്താൻ വേണ്ടി പറ്റും. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ അത് അവിടെ അടുത്ത് കണ്ടൊരു ചായക്കടയിലോട്ട് കയറി ബജി അങ്ങോട്ട് ഓർഡർ ചെയ്തു. 2-3 ടൈപ്പ് ബജിയും ചായയും. ഇതാണ് ഈ ഒരു ചായക്കട. നല്ല ടേസ്റ്റ് ഉണ്ട്, ചായയും നല്ല ടേസ്റ്റ് ഉണ്ട്, ബജിയും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഈ ഒരു ഹലിബേഡു ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു കട കാണുന്നത്. നിങ്ങൾ ഇവിടെ വരുമ്പം ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ഹൊയ്സാലേശ്വര ക്ഷേത്രം 5 മണിക്ക് അടയ്ക്കും. അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ വെക്കണം. അതിന്റെ മുന്നേ വേണം ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഞാനൊരു 2-2.5 മണിക്കൂർ ഇപ്പൊ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എത്ര സമയം വേണമെങ്കിലും നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. അത്രയ്ക്ക് ഭംഗിയാണ് ആ ഒരു ക്ഷേത്രം. അങ്ങനെ അവിടുന്ന് ഇപ്പൊ നേരെ ഇവിടെ ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് ബസ് എടുത്തിട്ട്, ഞാൻ താമസിക്കുന്നത് ബേലൂരിലാണ്, അങ്ങോട്ടേക്ക് പോകണം. ഇതാണ് ഇവിടെ ഹാലിബേഡുവിലുള്ള ബസ് സ്റ്റാൻഡ്. ഇവിടെ ബസ് അങ്ങനെ വന്ന് നിർത്തിയിടുന്ന പരിപാടിയൊന്നുമില്ല. ബസ് വരും, ആളുകളെ എടുക്കും, പോവും, അത്രേ ഉള്ളൂ. ഒരു ചെറിയ സെറ്റപ്പാണിത്. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ചോദിക്കാൻ വേണ്ടി ഒരു കൗണ്ടർ ഇല്ല. എല്ലാ കാര്യങ്ങളും കന്നഡയിൽ മാത്രമാണ് എഴുതി വെച്ചത്, ഇംഗ്ലീഷിൽ പോലും എഴുതി വെച്ചിട്ടില്ല. ഓരോ ബസ് വരുമ്പോഴും നമ്മൾ കണ്ടക്ടർ അടുത്തോ അല്ലെങ്കിൽ ഡ്രൈവർ അടുത്തോ പോയിട്ട് ചോദിക്കണം
വേലൂരിലോട്ടാണോ എന്ന്. ഇവിടെ ഉള്ളവരോട് ചോദിക്കുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. നല്ല അവസ്ഥയാണ് എന്തായാലും. ഇപ്പൊ ഏകദേശം 7 മണിയാവാറായി. ഞാനൊരു 1.5 മണിക്കൂറായി ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, ബസ് വന്നിട്ടില്ല. അപ്പൊ കുറെ പേര് അവിടെ വേലൂരിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അവരോട് ചോദിച്ചപ്പം 2 ബസ് ഇല്ലായിരുന്നു എന്നാ പറഞ്ഞത്. ഓരോ അരമണിക്കൂറിലും ബസ് ഉണ്ടായിരുന്നു പോലും, പക്ഷെ വന്നിട്ടില്ല. ഈ ഒരു അവസ്ഥ കണ്ടോ നിങ്ങൾ? 2-2.5 മണിക്കൂർ കാത്തു നിന്ന ശേഷമാണ് ഒരു ബസ് വന്നത്. അതിലുള്ള ഒരു തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. എങ്ങനെ അതിൽ നിൽക്കേണ്ടതെന്ന് പോലും അറിയില്ല. വല്ലാത്തൊരു യാത്രയായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് ബേലൂരിലോട്ട് എത്തിയിട്ടുണ്ട്. എങ്ങനെ അതിൽ യാത്ര ചെയ്തതെന്ന് പോലും എനിക്ക് അറിയില്ല. കനത്ത മഴയും കനത്ത തിരക്കും, വല്ലാത്തൊരു അവസ്ഥ. ആ ഒരു ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഒന്ന് ശ്വാസം കിട്ടിയത്. ഇങ്ങനെ ഉണ്ടാവുമോ? ഒന്നും പറയണ്ട, വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഇത്. എങ്ങനെയോ ഇവിടെ എത്തി, അത്രേ പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഭക്ഷണം കഴിക്കണം. നല്ല വിശപ്പുണ്ട്. നല്ല വിശപ്പുണ്ട് എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് എനിക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല. ആകെ കൂടെ വൈകുന്നേരം നമ്മൾ അവിടുന്ന് കുടിച്ചൊരു ചായയാണ്. ഇപ്പം 9 മണിയായി. ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്, നമുക്ക് ഇവിടെ കയറിയിട്ട് ഭക്ഷണം കഴിക്കാം. ഞാനൊരു താലിയായിരുന്നു ഓർഡർ ചെയ്തത്. ഭക്ഷണം വന്ന സമയത്ത് എനിക്ക് വിശപ്പുകൊണ്ട് വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ മറന്നുപോയി. അപ്പം ഞാൻ കഴിച്ച് ഏകദേശം കഴിയാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നല്ല വിശപ്പ് ഉണ്ടായിരുന്നുകൊണ്ടാണോ എന്ന് അറിയില്ല, പക്ഷേ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ട്. നോർമൽ താലിയാണ്, 100 രൂപയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഞാനിതാ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റായിട്ട് പറയണം. പിന്നെ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.